ഭക്ഷണം തേടാൻ വേണ്ടി എര പിടിക്കണോ? ആലോചിക്കുക. അതല്ല എങ്കിൽ നമ്മുടെ മക്കളോട് നമുക്ക് കാര്യം പറയേണ്ടി വരും. ഞങ്ങളുടെ മുതലുകൾ നിങ്ങൾ എങ്ങനെ നശിപ്പിച്ചു എന്നതിന്റെ ഉത്തരം വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഗതികേട് നമുക്കുണ്ടാകും. അതുണ്ടാക്കരുത് നമ്മള്. ഈ രാഷ്ട്രീയക്കാരുടെയൊക്കെ കൈകളിൽ നിന്നും ഹിന്ദു സമൂഹത്തെ രക്ഷിക്കണം നമുക്ക്. അന്ന് ക്ഷേത്രത്തിന്റെ സ്വത്തുകളൊക്കെ പിടിച്ചെടുത്തിട്ട് നമ്മുടെയൊക്കെ ബാല്യകാലത്ത് നമ്മൾ എങ്ങനെയാ ക്ഷേത്രം കണ്ടത്? ഇപ്പൊ എന്റെയൊക്കെ നാട്ടിലെ അവസ്ഥ എന്തായിരുന്നു എന്ന് പറഞ്ഞാല്, ടിപ്പുവിന്റെ പടയോട്ടത്തില് ടിപ്പുവിന്റെ രഥചക്രങ്ങൾ മലബാറിന്റെ മണ്ണിനെയും മലയാളിയുടെ മനസ്സിനെയും കീറി മുറിച്ചുകൊണ്ട് കയറി വന്നപ്പോ മലബാറിലെ ക്ഷേത്രങ്ങളുടെ 80% തകർന്നു. 80% തകർന്നു. ശേഷിച്ചത് കുപ്രസിദ്ധി ആർജിച്ച സ്വാതന്ത്ര്യ കാർഷിക മാപ്പിള ലഹള. അല്ലെങ്കിൽ എന്ത് പറയാ, ബദ്ധല്യല്ലോ, 3 ആക്കാം. സ്വാതന്ത്ര്യ സമര കാർഷിക മാപ്പിള ലഹളയില് ബാക്കിയുള്ള ക്ഷേത്രവും തകർന്നു മലബാറില്. പിന്നെയും കാലത്തെ അതിജീവിച്ച് നിലനിന്നിരുന്ന ക്ഷേത്രങ്ങള് ഭൂപരിഷ്കരണം കൊണ്ടും തകർന്നു. അതായിരുന്നു അവസ്ഥ. ഞാനൊക്കെ വളരുന്ന കാലത്ത് അന്തിത്തിരിയില്ലാത്ത ക്ഷേത്രങ്ങൾ കണ്ടാ ഞാനും നിങ്ങളും വളർന്നത്. അന്തിത്തിരി വെക്കാൻ പാകമില്ല. അന്ന് ഇവിടുത്തെ ഏതെങ്കിലും ഒരു സർക്കാര് 4 അരിയോ 4 തിരിയോ 4 എണ്ണയോ കൊണ്ട് ആ ക്ഷേത്രങ്ങളിലേക്ക് വന്നിട്ടുണ്ടോ? ഹിന്ദുവിന്റെ അമ്പലം അടഞ്ഞു കിടക്കുകയല്ലേ. 4 തിരിയോ 4 അരിയോ 4 എണ്ണയോ കൊണ്ട് വരാനുള്ള ബാധ്യത സർക്കാരിനുണ്ടായിരുന്നു. കോടിക്കണക്കിന് മുതൽ സർക്കാരാ പിടിച്ചെടുത്തത്. ക്ഷേത്ര മുതലുകള്, ലക്ഷക്കണക്കിന് ഏക്കർ കാടുകള് ക്ഷേത്രത്തിന്റെ സ്വത്തായിരുന്നു. പിടിച്ചെടുത്തു സർക്കാർ. സംരക്ഷിക്കാൻ സാധിച്ചു. ഇന്ന് കണ്ട പള്ളിയുടെയും പട്ടക്കാരൻ്റെലും അല്ലേ കാടൊക്കെ വെട്ടി വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇന്ന് നിങ്ങൾ പ്രകൃതി സ്നേഹം പറഞ്ഞിട്ട് എന്താ കാര്യം? ഹിന്ദു അമ്പലത്തിന്റെ സ്വത്തായിട്ട് ആ കാടുകൾ സംരക്ഷിച്ചിരുന്നില്ലേ? ഇത് പിടിച്ചെടുത്ത് സംരക്ഷിക്കാൻ പറ്റിയില്ല. അപ്പൊ ഈ ക്ഷേത്ര മുതലുകൾ പിടിച്ചെടുത്തവർക്ക് ബാധ്യതയുണ്ടായിരുന്നു ഈ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ. അവരതിന് വന്നില്ല. മറിച്ച് ഞാനും നിങ്ങളും ചില്ലറ പെറുക്കിയെടുത്ത് കല്ല് വെച്ചതിനെ ക്ഷേത്രമാക്കി മാറ്റി 10 ആള് വരാനും 10 ഉറുപ്യ വരുമാനം വരാനും വന്നാൽ അവിടെ സർക്കാർ എത്തുന്നു. ഗതിയില്ലാത്ത ക്ഷേത്രം സർക്കാരിന് വേണ്ട. 10 പുത്തം വരുന്ന ക്ഷേത്രമാണോ അവിടെ സർക്കാർ എത്തുന്നു. മതേതര സർക്കാരിന് മതസ്ഥാപനങ്ങൾ ഭരിക്കാൻ എന്താ അവകാശം? അതിനുത്തരം പറയാൻ ബാധ്യതയില്ലേ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക്? അവർക്ക് ബാധ്യതയില്ലെങ്കിൽ പറയിപ്പിക്കാൻ വോട്ടർമാരായ നമുക്ക് ബാധ്യതയില്ലേ? ഒന്നുകിൽ ഹിന്ദു സർക്കാർ എന്ന് പറയുക, എന്നാൽ ഹിന്ദുവിന്റെ സ്ഥാപനം ഭരിക്കാം. അതല്ല മതേതര സർക്കാരാണെങ്കിൽ അവർക്ക് ഹിന്ദുവിന്റെ സ്ഥാപനം ഭരിക്കാൻ അവകാശമില്ല. അഥവാ ഭരിക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻ പള്ളിയും ഭരിക്കണം, മുസ്ലിം പള്ളിയും ഭരിക്കണം. തന്റെ ഇടം മുട്ടുകൂട്ടിയിടിക്കും. നാണം കെട്ട ഹിന്ദുവിന്റെ മുതല് തിന്നണ മാതിരി അല്ലത്. സംഗതി ലേശ അപകടമാണ്. ഒരു കന്യാസ്ത്രീയെ തട്ടി വീണപ്പോഴുള്ള അവസ്ഥ എന്താ നമ്മൾ കണ്ടു. അപ്പോ അവിടെ ചങ്ക് വിറയ്ക്കുന്നുവെങ്കിൽ, മുട്ടുകൂട്ടിയിടിക്കുന്നുവെങ്കിൽ പറയൂ, നമ്മളല്ല കുറ്റവാളികള്? ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് ഒരു ക്രിസ്ത്യാനിയെ വെച്ച് തന്നില്ലേ മെമ്പറായിട്ട്? ഒരിക്കല് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഭരിക്കാൻ ഒരു ക്രിസ്ത്യാനിയെ മെമ്പറാക്കി കൊടുത്തു. അതും നമ്മൾ സഹിച്ചു. ഒരു ക്ഷേത്രം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് വിശ്വസിക്കുന്നവൻ അമ്പലങ്ങളിലേക്ക് പ്രതിനിധിയായി ചെല്ലുന്നു. രക്ഷിക്കാനാണോ ശിക്ഷിക്കാനാണോ? ആലോചിക്കുക നിങ്ങൾ. തിരുത്തിപ്പറമ്പിൽ കൊല ചെയ്യപ്പെട്ടത് വികാരിയാണ്. നേരത്തെ പറഞ്ഞ പോലെ വികാരമുള്ളവനോ ഇല്ലാത്തവനോ അങ്ങോരാണ് കൊല ചെയ്യപ്പെട്ടത്. പക്ഷേ അടഞ്ഞു കിടക്കണത് അപ്പുറത്തെ അമ്പലവും. ഒരു ദിവസം പോലും പള്ളി അടഞ്ഞില്ല, അപ്പുറത്തെ അമ്പലം അടഞ്ഞു. ആരാ ഉത്തരവാദി? തട്ടി തുറക്കാൻ ചങ്കൂറ്റുള്ള ആണുങ്ങൾ ചുറ്റൂല്ലേ അത് അടഞ്ഞു കിടന്നത്? അല്ലെങ്കിൽ ഒരു ക്ഷേത്രം അടഞ്ഞു കിടക്കൂ? ഭഗവാനാണോ കൊല ചെയ്തത്? ഏതേ പോയാലും അടച്ചിടാനുള്ളത് ക്ഷേത്രങ്ങളാണ്. ഇത് തുറന്നു കാണുന്നത് ഇവർക്ക് ആർക്കും രസിക്കണ കാര്യമല്ല. അതിലൂടെ ഹിന്ദു നന്നാവുന്നത് അവർക്ക് സഹിച്ചുകൂടാ. അപ്പൊ നമ്മുടെ ക്ഷേത്രങ്ങളിലൂടെ വേണം നമുക്ക് നന്നാവാൻ. ക്ഷേത്ര സ്വത്തുക്കള് ഹിന്ദുവിന് അവകാശപ്പെട്ടതാണ്. ഇതുപോലെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ രക്ഷ ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കണം. ഗുരുവായൂർ ക്ഷേത്രം 1 മാസത്തെ വരുമാനം ഉപയോഗിച്ചാൽ 1 ഗ്രാമത്തെ ദത്തെടുത്ത് അവിടുത്തെ പട്ടിണി മാറ്റാം. ഹിന്ദുവിന്റെ പണമാണത്. ഹിന്ദുവിന് അവകാശപ്പെട്ട പണം. അതെടുത്തിട്ട് മതേതരക്കാര് കളിക്കരുത്. ഇനിയിപ്പോ ശബരിമല സീസൺ വരാൻ പോവല്ലേ? സർവ്വ ഹിന്ദുക്കളും കുളിച്ച് മാലയിട്ട് അയ്യപ്പന്മാരാവും.
ഭാര്യയുടെ കെട്ടുതാലി പണയം വെച്ചിട്ടാണെങ്കിലും പൂവും ശബരിമലയ്ക്ക് കൊല്ലത്തിലൊരിക്കലും. കാരണം നമ്മെ കലിയുഗ വരദനായ അയ്യപ്പസ്വാമിയെ കണ്ടാൽ അത് മാത്രമേ നമുക്കൊരു രക്ഷയുള്ളൂ, നമുക്ക് പോണം. പക്ഷെ പോവാൻ പുറപ്പെട്ടാലോ, അയ്യപ്പൻ കറുത്ത മുണ്ടെടുത്തിട്ട് KSRTC തൊട്ടാൽ 30% ചാർജ് അധികം. തൊട്ടാ മതി, വേറൊന്നും ചെയ്യണ്ട. തൊട്ടാൽ 30% ചാർജ് അധികം. നമ്മൾ കൊടുത്തിട്ടല്ലേ ഒരു KSRTC ബസ് ഓടരുത് ഇവിടെ. തള്ളയും പിള്ളിയും ഒക്കെ കൂടി ഭരിച്ചു കൊളാക്കിയ KSRTCനെ രക്ഷിക്കാൻ നമുക്ക് ബാധ്യതയില്ല. ശബരിമലയ്ക്ക് ഞാൻ പോയിട്ടില്ല, പോയ ആളുകളാണ് എന്റെ ഈ മുമ്പിൽ നിൽക്കുന്ന 100% എനിക്കറിയാം. 100%. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാർക്കിംഗ് ഗ്രൗണ്ട് നിലയ്ക്കലുണ്ടാക്കണമെന്ന് ഞാനോ നിങ്ങളോ പറഞ്ഞതല്ല. സർക്കാരിന്റെ സൗകര്യത്തിന് ചെയ്തതാണ് പാർക്കിംഗ് ഗ്രൗണ്ട് നിലയ്ക്കല്. പാവപ്പെട്ട അയ്യപ്പൻ ഈ KSRTCക്കാരന്റെ കുത്തുന്ന് പിടിവിടാലോചിച്ചിട്ടാണ് കയ്യിന്ന് എങ്ങനെയും കാശെടുത്ത് സ്വന്തം വണ്ടി വിളിച്ചിട്ട് പോവുക. അവന്റെ വണ്ടി നിലയ്ക്കല് കൊണ്ടുപോയിട്ടിട്ടാൽ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് വരണമെങ്കിൽ അവൻ KSRTC കയറണം. കുട്ടി ഒന്നിന് 10 ഉറുപ്യ കൊടുക്കും വേണം. ഒരു കെട്ട്, കുട്ടിയൊന്നും നോക്കണ്ട, ഒരു കെട്ട്. ഇനി ഒരാള് 2 കെട്ട് കൊണ്ടുണ്ടെങ്കിൽ അതിനും കൊടുക്കേണ്ടിയിരുന്നാക്കി തോന്നുന്നു. കെട്ട് ഒന്നിന് 10 ഉറുപ്യ കൊടുക്കണം. നമ്മളെ പിഴിയാൻ ഇതിലും നല്ല വഴി വേറെന്തെങ്കിലും ഉണ്ടോ? നമ്മൾ പറഞ്ഞിട്ടാണോ നിലയ്ക്കലില് പാർക്കിംഗ് ഗ്രൗണ്ട് കൊണ്ടുപോയിട്ടത്? അവിടുന്ന് പമ്പയിലേക്ക് എത്താൻ 10 രൂപ കൊടുത്ത് അയ്യപ്പൻ കയറണം. ഹജ്ജിന് പോകേണ്ട മലബാർ ഭാഗത്തെ ഹജ്ജാജിമാര് വന്നെത്തേണ്ടത് കൊണ്ടോട്ടി കോളേജിലാണ്. അങ്ങനെയാണ് നിയമം പറഞ്ഞത്. കൊണ്ടോട്ടി കോളേജിൽ വരിക, കരിപ്പൂരി വിമാനത്താവളത്തുനിന്ന് പോവാനാണ്. ഈ കൊണ്ടോട്ടി കോളേജിലെത്തുന്ന ഹജ്ജാജിമാരെ KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് വണ്ടി വന്ന് അവിടെ നിന്ന് എടുത്ത് കരിപ്പൂര് വിമാനത്താവളത്തില് കൊണ്ടുപോയി ഇറക്കിയാൽ 10 നയാ പൈസ കൊടുക്കണ്ട, അസ്സലാമലൈക്കും എന്ന് പറഞ്ഞിറങ്ങിപ്പോയാ മതി. 10 നയാ പൈസ കൊടുക്കണ്ട, യാത്ര ഫ്രീ. ഒരു അസ്സലാമലൈക്കും കൊണ്ട് അവനെ കൊണ്ടോട്ടി കോളേജിൽ നിന്ന് കരിപ്പൂര് വിമാനത്താവളത്തിലെത്താം. ഹിന്ദുവിന് അവകാശമില്ലേ ഇതിന്? ഈ സൗജന്യ യാത്രക്ക് ഹിന്ദുവിന് ശൂല്യേ? ഹജ്ജിന് പോയോണ്ട് കേരള സർക്കാരിന് 10 പൈസ കിട്ടുന്നില്ല, അവര് പോണ്ടാന്നല്ല പോണത് നമ്മുടെയൊക്കെ പ്രതിനിധിയായിട്ടാണ്. കാരണം നമുക്കൊക്കെ പോവാൻ ആഗ്രഹമുള്ള സ്ഥലം, അതിന്റെ കഥ നമുക്കറിയാലോ, വിഷയം അതല്ലാത്തോണ്ട് പറയുന്നില്ല. നമ്മളൊക്കെ പോവാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ്. അപ്പൊ നമ്മുടെയൊക്കെ പ്രതിനിധികളായിട്ടാണ് പോണത്. അതുകൊണ്ട് നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് കേരള ഗവൺമെന്റിന് 5 പൈസ വരുമാനമില്ല. അവരെയാണ് KSRTC ബസ് ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നത്. 3000 കോടി രൂപ നേരിട്ട് ഖജനാവിലെത്തിക്കുന്ന ഹിന്ദുവിന് ആ സൗജന്യ യാത്രയ്ക്ക് അനുവാദമില്ലേ? ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നെങ്കിലും പമ്പയിലേക്ക് ഫ്രീ ആയി അയ്യപ്പന്മാരെ കൊണ്ടുവരണ്ടേ? തൊട്ടാ 30% ചാർജ് അധികവും മേടിക്കണോ? കൊള്ളരുതാത്തവരാണ് നമ്മള് എന്നുള്ളതിനെതിരെ കൂടുതൽ തെളിവൊന്നും വേണ്ട. നമുക്കിത് ഈ മണ്ഡലകാലത്തെങ്കിലും അവസാനിപ്പിക്കാൻ പറ്റണം. ഈ മണ്ഡലകാലത്തെങ്കിലും ഇതിനൊരു അവസാനം കാണാൻ നമുക്ക് പറ്റണം. പോകുന്ന അയ്യപ്പൻ, കാരണം നമുക്കെല്ലാം ഒന്നാണ്. 33 കോടി ഈശ്വരന്മാരെ ആരാധിക്കുന്നവരാ നമ്മള്. ചാത്തനും കുട്ടിച്ചാത്തനും കരിങ്കുട്ടിയും മുതൽ അങ്ങ് പരബ്രഹ്മം വരെ 33 കോടി ഈശ്വരന്മാരെ ആരാധിക്കുന്ന നമുക്ക് ഒരു 2 കൂടി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അള്ളാവും കർത്താവും കൂടി വന്നാലും 33 കോടി 2. അതിനൊക്കെ നമ്മുടെ മനസ്സിൽ സ്ഥലമുണ്ട്, നമ്മുടെ ഇടയിൽ സ്ഥലമുണ്ട് അതിനൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്കത് ഏറില്ല. പാവപ്പെട്ട അയ്യപ്പൻ പോണ വഴിക്ക് എരുമേലി പോണു, വാവരുടെ പള്ളി പോണു. അയ്യപ്പന് സമർപ്പിക്കുന്ന അതേ ഭയഭക്തി ബഹുമാനത്തോടുകൂടി വാവരു സ്വാമിയുടെ നടയിലും നമ്മൾ കാശിടുന്നു. ഇതേ അയ്യപ്പനാണ് ശബരിമല കൊണ്ടുപോയിട്ടും കാശിടുന്നത്. പക്ഷേ വാവരു സ്വാമിയുടെ നടയിലിട്ട കാശ് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം രാഷ്ട്രീയക്കാർക്കല്ല, സർക്കാരിനല്ല, അത് അവിടുത്തെ മഹല്ല് കമ്മിറ്റിക്കാ. അതുകൊണ്ട് വേണമെങ്കിൽ വാളുണ്ടാക്കിയിട്ട് മാറാട് വന്ന് വെട്ടാം, ഇവിടെ വന്നിട്ടും വെട്ടാം, സംശയമൊന്നുമില്ല. കഴുത്ത് നീട്ടിക്കൊടുത്താൽ മതി. അവർക്ക് എന്ത് വേണം അവർക്ക് തീരുമാനിക്കാം. വാളുണ്ടാക്കണോ, ബോംബുണ്ടാക്കണോ, RDX ഉണ്ടാക്കണോ, എന്ത് വേണേ തീരുമാനിക്കാം. പക്ഷേ അയ്യപ്പന്റെ നടയിൽ ഇടണം വരെ നമുക്ക് അധികാരമുള്ളൂ. ഇട്ടാ പിന്നെ ഹിന്ദുവിന് ആ പണത്തുമ്മ യാതൊരു അധികാരവും ഇല്ല. എന്നിട്ട് ഹിന്ദുവിന്റെ പട്ടിണി മാറ്റാൻ വെള്ളയും പുതച്ചിറങ്ങുന്ന കർത്താവിന്റെ മണവാട്ടിമാർക്ക് മുന്നില് ഇരയായ നമ്മൾ നിന്നു കൊടുക്കുന്നു. അപ്പൊ പ്രശ്നങ്ങളുടെ തുടക്കം അവിടുന്നൊക്കെയാണ്. അവിടുന്നൊക്കെ അത് നമ്മൾ തിരുത്തി കൊണ്ടുവരണം. ഹിന്ദുവിന്റെ പണം ഹിന്ദുവിന് ഉപകരിക്കാൻ സാധിക്കണമെങ്കിൽ ഈ രാഷ്ട്രീയക്കാരുടെ കയ്യിൽ നിന്ന് ക്ഷേത്രങ്ങൾ മോചിപ്പിക്കണം. അന്നേ മതം മാറ്റ ശ്രമം അവസാനിപ്പിക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഇത് താലിക
ശാന്തി നാട്ടുകാരിടപെട്ട ഇപ്പൊ ഈ ഭാഷയെ പഠിയുള്ളൂ. അത് RSSും BJP ഹിന്ദു ഐക്യവേദിയൊന്നല്ല, നാട്ടുകാർ ചെയ്യണതാണ്. അതിന്റെ കർത്തൃത്വം ഏറ്റെടുക്കണതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾ ചെയ്തില്ലെങ്കിലും ചെയ്തു എന്ന് കേൾക്കാനൊരു സുഖമൊക്കെ ഉണ്ട് സംഗതി ഞങ്ങളുടെ പേരിൽ. കാരണം അത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു മാനക്കേട് ഞങ്ങൾക്ക് തോന്നുന്നില്ല, പക്ഷെ ചെയ്തില്ലല്ലോ എന്നുള്ള സങ്കടമേ ഉള്ളൂ. അവിടുത്തെ നാട്ടുകാരാണ് ചെയ്തത്. ഇത് പല സ്ഥലത്തും ആവർത്തിക്കും, കാരണം തൽക്കാല ശാന്തി ഇതേ ഉള്ളൂ. ഈ ഭാഷയാണ് മണവാട്ടിമാർക്കും ഇടയന്മാർക്കും മനസ്സിലാവുള്ളൂ വെച്ചാൽ നാട്ടുകാർക്ക് വേറെ വഴിയൊന്നുമില്ല. നാട്ടുകാർക്ക് വേറെ യാതൊരു വഴിയില്ല. ഞങ്ങളുടെ നാട്ടിൽ പണ്ടൊരിക്കലും ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഈ സാധനങ്ങളെ വലിയ പരിചയമില്ല എന്ന് പറഞ്ഞാൽ എന്താ പരിചയം ഉണ്ടാവാതിരിക്കാൻ കാരണത്താൽ ഞങ്ങളുടെ ഒരു 2-3 പഞ്ചായത്ത് അപ്പുറത്തൊരു പഞ്ചായത്തിൽ ഇതേമാതിരി ഒരു 3-4 ആഴ്ച അരിയും പയറും വണ്ടിയും വള്ളമൊക്കെ ആയിട്ട് വന്നു. പിറ്റത്തെ ആഴ്ച നാട്ടുകാരെ ഇടവഴിയിൽ കാവല് നിന്നു. മനസ്സിലാവണ ഭാഷയില് ചില കൈക്രിയൊക്കെയാണ് നടത്തി. പിന്നെ ഇന്ന് വരെ ആ വഴിക്ക് വന്നിട്ടില്ല. അന്ന് എന്തോ അത് ഇതുപോലത്തെ പുകിലൊന്നും ആയില്ല. പിന്നെ ഇന്ന് വരെ അങ്ങനെ ഒരു സാധനങ്ങളെ ഞങ്ങൾ ആ വഴിക്ക് കണ്ടിട്ടില്ല. അപ്പൊ ഈ ഭാഷയെ മനസ്സിലാവച്ച ഇത് ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാകും നാട്ടുകാരെന്ന നിലയില്, ഹിന്ദു എന്ന നിലയില്. കാരണം ഒരു ഹിന്ദു മതം മാറിപ്പോയാൽ ഒരു ഹിന്ദു കുറയല്ല ചെയ്യണത്, രാഷ്ട്രത്തിനൊരു ശത്രു സൃഷ്ടിക്കപ്പെടുക ചെയ്യണത്. അനുഭവങ്ങൾ പഠിപ്പിക്കുന്നത് അതാണ്. രാഷ്ട്രത്തിനൊരു ശത്രുവിന്റെ എണ്ണം കൂട്ടാൻ ഞങ്ങൾ ഇനി സമ്മതിക്കില്ല. ഞങ്ങളുടെ എണ്ണം കുറയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പരിഭ്രമമൊന്നുമില്ല. ഉള്ളവർക്ക് ആത്മബലം ഉണ്ടായാൽ മതി. പക്ഷേ ഒരെണ്ണം കുറഞ്ഞാൽ അത് രാഷ്ട്രത്തിന്റെ ശത്രുവായി മാറുന്നു. നാഗാലാൻഡിലായാലും ആസാമിലായാലും മിസോറാമിലായാലും ഇന്നത്തെ പാകിസ്ഥാനിലായാലും ബംഗ്ലാദേശിലായാലും അനുഭവം നമ്മെ പഠിപ്പിക്കുന്നതാണ്. എന്തിന് ഭാരതാംബ വെട്ടിമുറിച്ചു? എന്തിനെ മുറിച്ചത്? ഇന്ത്യയുടെ വലതു തോളിലും ഇടതു കക്ഷത്തും ഹിന്ദുവിന്റെ എണ്ണം ഒരല്പം കുറവായി പോയി. അവിടെ വെട്ടിമുറിച്ച എണ്ണി തലയാവില്ല, എണ്ണി ഉണ്ടാവില്ല. കാരണം തല എണ്ണിയ മതം ഏതാന്നറിയില്ല, വേറെ ചിലത് എണ്ണണ്ടീരും. അത് എണ്ണി ഭാഗം മേടിച്ചു കൊണ്ടുപോയില്ലേ നിങ്ങള്? ഹിന്ദുവാണോ മുസ്ലിം ആണോ എന്ന് എണ്ണി നോക്കിയിട്ട് ഭാഗം മേടിച്ചു കൊണ്ടുപോയില്ലേ? അതിൽ നിന്ന് പാഠം പഠിക്കണ ഹിന്ദു. ഒരെണ്ണം കുറയുമ്പോ അപ്പുറത്തൊരു ശത്രു കൂടുന്നു. ഇനിയും രാഷ്ട്രം വിഭജിക്കേണ്ടി വരും. അതൊഴിവാക്കാൻ നമുക്ക് സർവശക്തിയും സമാഹരിച്ചേ പറ്റൂ. അപ്പുറത്ത് ശത്രുവിന്റെ എണ്ണം കൂട്ടിയാ പറ്റില്ല. നമ്മൾ വളരെയധികം ബോധവാന്മാരാവണം. ഈ കന്യാസ്ത്രീകളുടെ മായാജാലങ്ങളിൽ വീഴുന്നതിൽ രാഷ്ട്രീയക്കാര് മാത്രമല്ല. അയ്യോ പാമേ, ഇവര് കർത്താവിന്റെ മണവാട്ടിമാര് ജീവകാരുണ്യ ചെയ്യണമെന്ന് പറയണ കുറെ ജന്തുക്കളുണ്ട്. തിരിച്ചറിവില്ലാത്ത കുറെ ജന്തുക്കളുണ്ട്. അവർക്കാണ് ആദ്യം കാര്യമൊക്കെ. കാരണം അവന് നല്ലോണം അറിയാം. മാർക്സിസ്റ്റ് പാർട്ടിക്ക് നല്ലോണം അറിയാവുന്നതുകൊണ്ട് അവൻ ലിറ്റിൽ ഫ്ലവർ അങ്കമാലി അടിച്ചു തകർത്തതും മറ്റേടത്ത് പോയി നേരത്തെ ഹരിയേട്ടൻ പറഞ്ഞ കാര്യമൊക്കെ ചെയ്തത്. ഇപ്പൊ അവന് 10 വോട്ട് വേണം. അതിന്റെ കളി അവൻ കളിക്കണത്. പക്ഷെ ഇത് അറിയാത്ത കുറെ ജന്തുക്കളുണ്ട്. അവർക്ക് ഇതിന് ബോധം വരണം ഇവരെന്താ ചെയ്യണമെന്നുള്ളത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മദർ തെരേസ കൽക്കത്തയിലെ അഗതികളുടെ അമ്മയായിട്ട് വാഴണു. കൽക്കത്തയിലെ പാവങ്ങൾക്ക് ഒരു നേരത്തെ കഞ്ഞി കുടിക്കാനെങ്കിലും വഴിയുണ്ടായിരുന്നു. കൽക്കത്തയുടെ തൊട്ട അയലോക്ക ബംഗ്ലാദേശ്. അവിടെ പട്ടിണിയിൽ കിടന്ന് ആറാടാണ്. എന്തേ തിരിഞ്ഞു നോക്കാഞ്ഞ്? ഈ പാവങ്ങളുടെ അമ്മ അതിർത്തി ഒന്നും അപ്പുറം കടന്നില്ലല്ലോ. കടന്നാ വിവരറിയും. അത് മുസ്ലിം രാഷ്ട്രമാണ്. കടന്നാ വിവരറിയും. ഇവിടെ നിങ്ങൾ പട്ടാമ്പിയിലേക്ക്, എന്റെ നാട് പട്ടാമ്പി ഷൊർണൂർ ഭാഗത്തേക്ക് വരും. നേരം വെളിച്ചാമ്പ് വരണം. വടക്കോട്ട് വണ്ടി പോകുന്ന സമയത്ത് വരണം. കോഴിക്കോട്ടേക്കുള്ള വണ്ടികൾ പോകുന്ന സമയത്ത് വരണം. റെയിൽവേ സ്റ്റേഷനില് തിരൂര്, താനൂര്, പരപ്പനങ്ങാടി ഭാഗങ്ങളിലെ സമ്പന്നന്റെ വീട്ടിലേക്ക് പിച്ച തണ്ടാൻ പോകുന്ന മുസ്ലിം സഹോദരിമാരെ ഞാൻ കാണിച്ചു തരാം. നിരയായിട്ട് രാവിലത്തെ വണ്ടിക്ക് പോവാണ്. തിരൂര്, താനൂര്, ഭാഗങ്ങളിലേക്ക്, പരപ്പനങ്ങാടി ഭാഗങ്ങളിലേക്ക്. എന്തേ അരിയും പയറും പാൽപ്പൊടിയായിട്ട് അവരുടെ ഇടയിൽ പോവാത്തത്? നേരത്തെ പറഞ്ഞ തന്നെയാ, പോവാനേ പറ്റുമോ, തിരിച്ചു വരാൻ പറ്റില്ല. ഹിന്ദുവിന്റെ ബോധക്കടൊന്നും അവർക്കില്ല. അവര് വിവരം പഠിപ്പിച്ചു വിടും. അവിടെ ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് ചെന്നാൽ വിവരം പഠിപ്പിച്ചു വിടും. പാകിസ്ഥാനില് വിവരം അറിയാലോ എന്തേ ഉണ്ടായി എന്ന്. കുരിശെന്ന് കേട്ടാ വെട്ടാ, അത് കേൾക്കുക വേണ്ടുള്ളൂ. മതേതരന്മാർക്ക് ചെന്ന് നോക്കാൻ വളരെ അടുത്ത നാടാണല്ലോ. ഇവിടെ വലിയൊരു കുരിശ് ഉണ്ടാക്കിയിട്ട് ഈ ഹിന്ദുവിനെ ഒക്കെ കൂടി അതുമ്മ തറച്ചു കൊല്ലാന്ന് വിചാരിക്കണ്ട. ആ കാലൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ കർത്താവിനെ പോലും രക്ഷിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണ്ട. നിങ്ങള് പട്ടിണിയിൽ നിന്നോ പരിവട്ടത്തിൽ നിന്നോ ഞങ്ങളെ രക്ഷിക്കണ്ട. അത് ഞങ്ങൾ സ്വയം രക്ഷപ്പെടാം. ഹിന്ദുവിന്റെ എല്ലാ പരാധീനതകളും തീർത്തത് ഹിന്ദുവാണ്.
അവന് തെറ്റുകൾ ഒരുപാടുണ്ട്. ഇടക്കാലത്ത് ജാതി വ്യവസ്ഥ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് അനാചാരങ്ങൾ അവനുണ്ടായിട്ടുണ്ട്. അതൊക്കെ തീർത്തത് ഹിന്ദു സ്വന്തമാണ്. മാർക്സിസ്റ്റുകാരൻ മസിൽ പിടിക്കണ്ട. ഞങ്ങളുടെ ഇടങ്ങളിലൊക്കെ മസിൽ പിടിക്കാറുണ്ട്. പാവപ്പെട്ട പട്ടികജാതി കോളനിയിലൊക്കെ എന്നിട്ട് പറയും, നിങ്ങളെ അമ്പലക്കുളത്തിൽ കുളിക്കാനാക്കിയത് ഞങ്ങളാണ്, നിങ്ങളെ അമ്പലത്തിൽ കയറ്റാനാക്കിയത് ഞങ്ങളാ. പാവങ്ങൾ ഇത് നേരാന്ന് വിശ്വസിക്കും. അതിലൊന്നും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു പങ്കുമില്ല, യാതൊരു പങ്കുമില്ല. പുരോഗമനവാദികളായ ഇവിടുത്തെ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണകൂടങ്ങളും രാജാക്കന്മാരും അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ പോലുള്ള ഹിന്ദുവിന്റെ ആത്മീയ ആചാര്യന്മാരുടെയും പ്രവർത്തനങ്ങളും അതിനോടൊപ്പം ഹിന്ദു സമൂഹം ഒരുമിച്ച് നിൽക്കുകയും ചെയ്തപ്പോഴാണ് അനാചാരങ്ങൾ ഇല്ലാതെയായത്. മുസ്ലിം സമുദായത്തിലുണ്ടല്ലോ കുറെ അനാചാരങ്ങള്. ഒന്ന് ചെന്ന് മാറ്റാൻ പറ്റുമോ മാർക്സിസ്റ്റ് പാർട്ടിക്ക്? ഹിന്ദുവിന്റെ അനാചാരം മാറ്റിയത് നിങ്ങളാന്ന് മസിൽ പിടിക്കണ്ടല്ലോ, ഒന്ന് പോയി മാറ്റാൻ പറ്റുമോ? പണ്ട് 87 വലിയ ആളുള്ളപ്പോ ഏലംകുളം മനക്കിലെ തമ്പ്രാൻ EMS ഉള്ള കാലത്ത് ഒരു ശ്രമം നടത്തിയോക്കി. ഈ ഒരിക്കലും ശരിയാവാത്ത ഒരു ശരീരത്തുണ്ട്, അതൊന്ന് ശരിയാക്കി എടുത്തളയാന്ന് തമ്പ്രാനൊരു പൂതിയൊക്കെ ഉണ്ടായി. ത്തിനെതിരെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒന്ന് പറഞ്ഞു. ഈ 4 കെട്ടണത് ശരിയല്ല എന്ന് മൂപ്പരൊന്ന് പറഞ്ഞു പോയി. ഉടനെ പ്രകടനങ്ങളാണ് നാട് മുഴുവൻ. 1 കെട്ടും 4 കെട്ടും നമ്പൂരിപ്പാടിന്റെ ഓളയും കെട്ടും എന്ന് പറഞ്ഞു. അതോടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. പിന്നെ ഇന്ന് ഈ നേരം വരെ ആ ശരിയാവാത്ത സാധനത്തുമ്പോ മാർക്സിസ്റ്റുകാരൻ കയറി പിടിച്ചിട്ടില്ല. എന്നാ നിങ്ങളാണോ ഹിന്ദുവിന്റെ അനാചാരം മാറ്റി എന്ന് പറയുന്നത്? അപ്പുറത്ത് കിടക്കണുണ്ട് മതങ്ങൾ, ഒന്ന് ചെല്ല്, അവരുടെയൊക്കെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ നോക്ക്. അപ്പൊ ഇവിടെ നമ്മൾ ബദ്ധവാന്മാരായേ പറ്റൂ. കെനിയയിൽ നിന്ന് ഓടി വന്ന് രാഖി രാമാനം ഓടിപ്പോയാലും ഒരു ബർണാഡ്, ആ ആടിന്റെ നാട്ടില് നിത്യ പട്ടിണിയാണ്. അവനോന്റെ കണ്ണിലെ കോലെടുത്തിട്ട് പോലെ ആരാന്റെ കണ്ണിലെ കരടെടുക്കണത്? ഇവിടുത്തെ പട്ടിണി മാറ്റാൻ ക്ഷണിച്ചിരുന്നു നമ്മള്. സ്വന്തം നാട്ടിലെ അയലോക്കാരന് നാഴിയരിയുടെ കഞ്ഞി വെച്ചു കൊടുത്തിട്ട് ഇവിടേക്ക് അരിയും പയറുമായിട്ട് വരായിരുന്നു അയാള്. അപ്പൊ ലക്ഷ്യം ജീവകാരുണ്യല്ല, ലക്ഷ്യം മതം മാറ്റം, പുറമെ നിന്നൊഴുകി വരുന്ന കോടികൾ. ഇതാണ് ലക്ഷ്യം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എന്റെ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുട്ടിക്കാലത്ത് മലപ്പുറം ജില്ലയിലെ പള്ളി സ്കൂളിലാണ് അത്ര പഠിച്ചത്. ഈ പള്ളി സ്കൂളില് മെലിഞ്ഞുണങ്ങിയ കുട്ടികളെയൊക്കെ തെരഞ്ഞെടുത്ത് നോക്കിയിട്ട് ഫോട്ടോ എടുക്കും ഇത്ര ഇങ്ങനെ. അപ്പൊ ഇവരൊക്കെ ഈ ഫോട്ടോ ഒന്നും കാണാത്ത സാധനമല്ല. അപ്പൊ എന്റെ അച്ഛനാകുമ്പോ എന്റെ മാതിരി തന്നെ ഇരിക്കും ഏകദേശം. ഇവരൊക്കെ ആ ഫോട്ടോയിൽ പെടും. ഈ ഫോട്ടോയിൽ ഇങ്ങനെ ചിരിച്ച് കളിച്ച് നിൽക്കും. പിന്നെയാണ് അത്ര അറിയണേ ഈ ഫോട്ടോ ഒക്കെ പുറത്തേക്ക് അയച്ചു കൊടുക്കുകയാണ് അത്ര. കാരണം ഇവിടെയൊക്കെ പട്ടിണി മാറ്റാൻ അവിടുന്ന് ഇങ്ങനെ ലക്ഷങ്ങൾ വരുത്താനുള്ള ഒരു ഉപാധിയായിരുന്നു ഈ ഫോട്ടോകളെന്ന. ഇത് വർഷങ്ങൾ ഇശയായി, അരനൂറ്റാണ്ടിന് മുമ്പത്തെ കഥയാണത്. അപ്പൊ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ പണം വരുത്താനുള്ള ഉപാധി, അതിന് ഹിന്ദുവിനെ ചട്ടുകമാക്കാൻ പറ്റില്ല. നമ്മൾ ബോധവാന്മാരായേ പറ്റൂ. ഒരു കോളനിയിലും അല്ലെങ്കിൽ ഒരു ഹിന്ദു വീട്ടിലും ഈ ജീവകാരുണ്യവുമായിട്ട് വരരുത്. അതിനുള്ള തന്റെ ഇനി അവർക്കുണ്ടാകരുത്. ആ ഒരു ഭാഗത്ത് ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നാട്ടുകാരെന്ന നിലയില്, സംഘടനകൾ എന്ന നിലയിലല്ല, നാട്ടുകാരെന്ന നിലയിൽ ഹിന്ദു ബോധവാനായേ പറ്റൂ. കാരണം ഹിന്ദു 49% അന്ന് തീർന്നു ഈ മതേതരത്വം എന്നുള്ള സാധനം. അതുവരെ വേണ്ടു മതേതരത്വം. ഇപ്പൊ കാശ്മീരിൽ ഈ പറഞ്ഞ സാധനം ഉണ്ടോ മതേതരത്വം? കാരണം എന്താ വെച്ചാൽ അവിടെ 50% ഹിന്ദു ഇല്ല, 50% ഹിന്ദു ഇല്ല. മലേഷ്യ മതേതരത്വ രാഷ്ട്രമായിരുന്നു. പക്ഷേ 51% ഹിന്ദുവായ ആ സുദിനത്തിലെ 51% മുസ്ലിമായ ആ ദിനത്തിലെ മലേഷ്യ മുസ്ലിം രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചു. അതോടുകൂടി മതേതരത്വം കഴിഞ്ഞു. അപ്പൊ നമ്മൾ 49% ആയാൽ അന്ന് പൂട്ടി മതേതരത്വത്തിന്റെ ആപ്പീസ്. അത് പൂട്ടുക നല്ലത്, സംശയമൊന്നുമില്ല. കാരണം ഈ മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താന്ന് നാളൊരു പത്രത്തിലുണ്ടായിരുന്നു, മതം കൊണ്ട് വല്ലതും തരാക്കാൻ പറ്റണത്. അതാണ് മതേതരത്വം. ഇന്ന് നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മതം കൊണ്ട് വല്ലതും തരാക്കാൻ പറ്റണ ഈ മതേതരത്വം ഇനി നമ്മുടെ ചെലവിൽ നടക്കരുത്. ബോധവാന്മാരാവുക. മുദ്രാവാക്യം വിളിക്കാനും ജാഥ നടത്താനും പ്രസംഗിക്കാനും മാത്രമല്ല നാം അറിയൂ എന്ന് സമൂഹത്തിന് മനസ്സിലാക്കണം. സൂക്ഷ്മമില്ലാത്തവന്റെ മുതൽ നാണമില്ലാത്തവൻ തിന്നുക എന്നുള്ളത് നാട്ടുനടപ്പാണ്. ആ നാണമില്ലാത്തവർക്ക് ഇനി നമ്മുടെ മുതൽ തിന്നാൻ കിട്ടരുത്. രാഷ്ട്രീയക്കാരന് ഹിന്ദുവിന്റെ മുതലെടുത്ത് ഹിന്ദുവിനെ കുറ്റം പറയാൻ പറ്റരുത്. നമ്മുടെ ക്ഷേത്രങ്ങൾ മോചിപ്പിക്കണം. അവിടെയൊക്കെയാണ് ഇതിന്റെ നമുക്കൊരു രോഗം വന്നാൽ തൽക്കാലം പുറമേക്കുള്ള രോഗലക്ഷണങ്ങൾ ചികിത്സിച്ചു മാറ്റാം. അതാണ് ഒളവണ്ണയിലൊക്കെ നടന്നത്.
പുറത്തേക്കുള്ള രോഗലക്ഷണങ്ങൾ ചികിത്സിച്ചു മാറ്റി, തലവേദനയൊക്കെ നിർത്തി. പക്ഷെ ഇനി സ്കാനിങ് നടത്തിയിട്ട് രോഗം എന്താ എന്ന് കണ്ട് അതിന്റെ ആഴത്തിലെ ചികിത്സ നടത്തണം. ആ ചികിത്സ ഈ ക്ഷേത്രങ്ങളുടെ മോചനം 1. 2, ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ തിരിച്ചറിഞ്ഞ് അവർക്ക് പ്രത്യുത്തരം കൊടുക്കാൻ പഠിക്കണം. കണ്ടെടുത്തും കേട്ടെടുത്തും ഒക്കെ കൊണ്ടുപോയിട്ട് കണ്ണും ചിമ്പി കുത്തണ സ്വഭാവം അവസാനിപ്പിക്കുക. ആ നേരം കൊണ്ട് പോളിംഗ് ബൂത്തിൽ പോവാതെ 4 ഏരി കപ്പ നടുക. ആവശ്യം വരുമ്പോ പറിച്ചു തിന്നാൻ കണ്ട നസ്രാണികളുടെ അരിയും പയറും തിന്നേണ്ടി വരില്ല. പോളിംഗ് ബൂത്തിൽ പോണ നേരം കൊണ്ട് അത് ചെയ്യുക. ഹിന്ദുവിന് ഉപകരിക്കുന്നവന് വേണ്ടി മാത്രം വോട്ട് ചെയ്യുക. അതല്ല എങ്കിൽ നാളെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഇവിടെ. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഒക്കെ അവസ്ഥ? അതൊക്കെ മതം മാറ്റത്തിന് വാതിൽ തുറന്നു കൊടുക്കാനുള്ള മറ്റൊരു വഴിയാണ്. അതൊക്കെ എന്താ പറയണേ? കുഞ്ഞാലിക്കുട്ടിയും കൂട്ടരും പറയണത് ഇവിടെ 7000 ചില്ലാനം പോസ്റ്റ് മുസ്ലിങ്ങൾക്ക് കമ്മിയാണ്. 3/4 ചക്രത്തിന്റെ ശമ്പളം കിട്ടണ ഗുമസ്തന്മാരെയും ശിപായിമാരുടെയും എണ്ണ എടുത്തിട്ടാ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് 7000 മുസ്ലിങ്ങൾ കുറവ്. ഇവിടുത്തെ അവസ്ഥ എന്താ നിങ്ങൾക്കറിയാം. ഈ ഭാഗത്തെ എന്നറിയില്ല, മലബാറിലെ കാര്യം ഞാൻ പറഞ്ഞുതരാം. എത്ര മുസ്ലിം കുട്ടി ഒരു സ്കൂളിലുണ്ടോ, ഒരു LP സ്കൂളിലുണ്ടോ എന്ന് എണ്ണി നോക്കിയിട്ട് അതിനാനുപാതികമായിട്ട് അറബി മാഷന്മാരെ വെക്കാം. LPയില്, അത് സൗദി അറേബ്യയിലല്ലോ, കേരളത്തില് റാ രാ താ എന്ന് പഠിക്കാൻ തുടങ്ങണ കുട്ടിക്ക് അവൻ മുസ്ലിം ആയാൽ മതി. അവൻ അറബി പഠിക്കാൻ താല്പര്യം ഉണ്ടോന്നൊന്നും അറിയണ്ട. അവൻ മുസ്ലിം ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വേറെന്തൊക്കെയോ എഴുതിട്ട് അറബി മാഷന്മാരുടെ പോസ്റ്റ് കൊടുക്കും. എന്നാ കൂടെ സംസ്കൃതം പഠിപ്പിക്കണം തോന്നുന്നുണ്ട്. ഇന്ത്യയുടെ ഭാഷ